ഹായ്, എന്ത് പറയുന്നേ? അപ്പോൾ അതെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതെന്ന് വെച്ചാലേ കല്ലട്ടിച്ചുരം. പ്രസിദ്ധമായ കല്ലട്ടിച്ചുരം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇനി അഥവാ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായ മസീനോട് വഴി ഊട്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ റൂട്ടിൽ കിട്ടുന്ന ഒരു കിടിലൻ ചുരം. ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടത്? കിടിലൻ ചുരം എന്നാണ് നമ്മളെ ആ ചുരം അങ്ങോട്ട് കയറുമ്പോൾ ശരിക്കും അങ്ങോട്ട് കിടുങ്ങി പോകണ്ട. എൻ്റെ ഒരു അറിവിൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ച് ശരിക്കൊരു അപകടകരമായ ചുരമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചുരം എന്നൊക്കെ പറയുമ്പോൾ കയറ്റം വളവൊക്കെ ഉണ്ടാവും. ഇവിടെ കുത്തനെ തന്നെ കയറ്റത്തിൽ തന്നെ വളവ്. ആ നേരത്തെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴാണ് പണി. എന്നാലും ചില ഭാഗങ്ങളൊക്കെ സൈഡിലൊക്കെ മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നല്ല കയറ്റങ്ങളായതുകൊണ്ട് വണ്ടി വലിക്കാനും പണിയാണ്. കുത്തനുള്ള വളവുകളിലേ ചില ഭാഗങ്ങളിൽ വീതിയും കുറവാണ്. അപ്പോൾ ഈ ചുരത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലോ. അപ്പോൾ ഈ ചുരത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു പോവാം. അപ്പോൾ അതെ, നമ്മൾ അപകടകരമായ 36 ഹെയർ പിന്നുകൾ കഴിഞ്ഞ് ഊട്ടിയെത്തി. നമ്മൾ വന്ന വഴിയായ മസ്സിനഗുഡിയും അതുപോലെ ഈ പറഞ്ഞ കല്ലിട്ട് ചുരത്തിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ തൊട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയിൽ നല്ല വന്യമൃഗങ്ങളുമായി മസ്സിനഗുഡിയും ഈ കല്ലിട്ട് ചുരം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലിട്ട് ചുരത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്കപ്പോൾ ഊട്ടിയുടെ വിശേഷങ്ങളിലേക്ക്. അതെ, മസ്സിനഗുഡിയിൽ വെച്ചിട്ട് നമ്മൾ ഈ പാസ് എടുത്തിട്ടാണ് ഊട്ടിലേക്ക് വന്നത്. ഇപ്പം നമ്മൾ ഈ പാസ് എടുത്തിട്ട് വേണം ഊട്ടിലേക്ക് വരാൻ. അതിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ വണ്ടി നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മൊബൈലിൽ ഈ പാസ് റെഡിയായി. എന്നിട്ട് ഇപ്പോൾ ഊട്ടി വന്നപ്പോൾ ഈ പാസ് ഒന്നും ആരും ചെക്ക് ചെയ്തില്ല കേട്ടോ. എന്നാലും നമ്മളെ ഊട്ടിക്ക് വരുമ്പോൾ ഈ പാസ്സൊക്കെ എടുത്തേക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഊട്ടി കാഴ്ചകൾ തുടങ്ങി. അവിടെ കന്നുകാലെടുക്കാൻ മെയിനുണ്ടാ. നമ്മളപ്പോൾ ഊട്ടിയുടെ ടോപ്പ് എൻഡിലെത്തി. അപ്പോൾ നമ്മുടെ കോളിസോട് പാർക്ക് ചെയ്തിട്ട് ഇനി എന്താണ് പരിപാടി എന്ന് ആലോചിക്കുന്നുണ്ട്. അവിടെ സമയം വൈകിട്ട് ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കറങ്ങാൻ ഇനിയും സമയമുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട നാടായി തന്നെ ഊട്ടിയിൽ തന്നെ കൊത്തഗിരി ഉണ്ട്. അവിടേക്ക് പോകണോ, അവിടെ വരെ പോയിട്ട് അവിടെ റൂം എടുക്കണോ, അല്ലെങ്കിൽ ഊട്ടിയിൽ തന്നെ മതിയോ എന്നാകപ്പാടൊരു കൺഫ്യൂഷൻ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊത്തഗിരിയുടേതായിരുന്നു. എനിക്ക് ഊട്ടിയേക്കാൾ ഇഷ്ടമായ കൊത്തഗിരിയുടെ വീഡിയോ ആണ് ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തിട്ട് കേട്ടാ. ശരിക്കും ഇന്ന് നമ്മളിവിടെ ഊട്ടിയിൽ നിന്നിട്ടാണ് പിറ്റേ ദിവസം കൊത്തഗിരിക്ക് പോയത്. കൊത്തഗിരിയോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടേ, അപ്പം അതിൻ്റെ വീഡിയോ ആദ്യം ഇട്ടെന്ന് മാത്രം. പിന്നെ കൊത്തഗിരിക്ക് പോയാലെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ റൂം കിട്ടാൻ ഇത്തിരി പണിയാവും. റൂമുകളൊക്കെ അത്യാവശ്യം ഉണ്ട്, മിക്കപ്പോഴേ നല്ല റേറ്റാണ് പറയാറ്. ഊട്ടിയിലത്തെ അത്ര റൂമുകളും അവിടെ ഇല്ല കേട്ടാ. പിന്നെ കൊത്തഗിരി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊത്തഗിരിക്കൊക്കെ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഊട്ടി വരുമ്പോൾ അതും കൂടി കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊത്തഗിരിക്ക് പോയില്ല, ഊട്ടിയൊക്കെ റൗണ്ട് അടിച്ചത് ഊട്ടി തന്നെ താമസമായിട്ടാ. എപ്പോഴും നമ്മൾ എടുക്കാറുള്ള പോലെ ചെറിയൊരു താമസം നമുക്ക് എത്ര ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ മതി. എന്നുവെച്ചാൽ ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള റൂമൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ ഒരു രാത്രിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഊട്ടിയിൽ ചെറിയൊരു പൈസയ്ക്ക് അത്യാവശ്യം നല്ല റൂം കിട്ടിയിട്ട. അപ്പോൾ ഊട്ടിയിലെ പ്രഭാതമായിട്ടാ. നേരൊക്കെ വെളുത്തു, തണുത്തിട്ട് ഇന്ന് കുളിക്കാനൊന്നും നിന്നില്ല. ഇന്നെന്തായാലും വീട്ടിലേക്ക് തിരിക്കുകയാണ്. കുളീൻ്റെ അവരൊക്കെ വൈകുന്നേരം ചെന്നിട്ടാവാം. അപ്പോൾ അതെവിടെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് പാർക്കിംഗ് സ്പേസിലേ ഒരു മിനി ടൂറിസ്റ്റ് ബസ് കിടക്കണം. തമിഴ്നാട് രജിസ്ട്രേഷനാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ ഭംഗി ഞാനൊന്ന് എടുത്താണ് കേട്ടാ. അപ്പോൾ അതിങ്ങനെ കുറേ എഴുത്തുകൾ കണ്ടു കേട്ടാ. നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ് ശ്രദ്ധിച്ചിട്ടില്ലേ, ബസ്സിൽ കുറേ ഡയലോഗുകളും കുറേ എഴുത്തുകളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ ഇതുമ്പോൾ കണ്ടമാനം എഴുതിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതൊന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ്സിന് ചുറ്റും കുറേ നടന്ന് ഞാൻ എഴുതിയതൊക്കെ കുറേ വായിച്ച് രസിച്ചിട്ടാ. മെയിനായിട്ട് ബസ്സിൻ്റെ ഓരോ ഗ്ലാസിൻ്റെ അവിടെയും നമ്മുടെ കേരളത്തിലെ കുറേ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും എഴുതിയിട്ട് അതിപ്പോൾ നല്ലൊരു വിവരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ടൂറിസ്റ്റ് പ്ലേസിനെയും നല്ല പഞ്ച് ടൈലുകളൊക്കെ വെച്ച് കാച്ചി ഇങ്ങനെ ഒരു എഴുത്തുകൾ കൂടുതലായിട്ടുള്ളൊരു മിനി ബസ്. അതൊരു മിനി ബസ് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൻ്റെ വരാന്താണ് ഇപ്പോൾ തന്നെ കണ്ടു കേട്ടോ. അത്യാവശ്യം വൃത്തിയും പഠിപ്പും, റൂമിനൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ കട്ടിലുണ്ട്, നല്ല വലിപ്പമുണ്ട്. 2 നല്ല വലിയ കട്ടിലുണ്ട്. ബാത്റൂമിന് നല്ല വലിപ്പമുണ്ട്. ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴേ നമ്മൾ കൊത്തഗിരിക്കുള്ള നെയിം ബോർഡ് കാണാം. അപ്പോൾ ഇന്ന് കൊത്തഗിരിക്ക് പോകാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ആ വഴിക്ക് തന്നെ റൂം എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആ വഴിക്ക് എടുക്കുമ്പോഴാട്ടോ നമുക്ക് ഈ സ്പോട്ട് കിട്ടാം റൂമിൻ്റെ. അപ്പോൾ ഊട്ടി വന്നിട്ട് നമുക്കൊന്ന് ക്യാരറ്റ് മേടിച്ചാലോ, ക്യാരറ്റിനൊക്കെ വിലയൊക്കെ ചോദിച്ചാലോ. ഞാൻ ഊട്ടി വരുമ്പോഴേ മിക്കപ്പോഴും ക്യാരറ്റ് മേടിക്കാറുണ്ട്. ഊട്ടിയിൽ ക്യാരറ്റിൻ്റെ ഒക്കെ നല്ല കൃഷി ഉണ്ടല്ലോ. അപ്പോൾ നാച്ചുറൽ ക്യാരറ്റ് കിട്ടുന്നതാണ് നമ്മുടെ വിശ്വാസം. ഇത്തിരി വില കൂടിയാൽ നമ്മളൊരു കെട്ട് മേടിച്ച് പോകാറുണ്ട്. അപ്പോൾ അത് കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല, നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ കഴുകി കടിച്ച് മുറിച്ച് തിന്നും. അപ്പോൾ നമ്മൾ ഊട്ടി ടൗണിൽ കൂടെ അങ്ങനെ പോയി നമ്മൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ റൂമുണ്ടല്ലോ, അപ്പോൾ ആ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കൊത്തഗിരിക്ക് പോയി തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊത്തഗിരിയുടെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിലേ കൊത്തഗിരിയിൽ നിന്ന് നേരെ മേട്ടുപ്പാളയം കോയമ്പത്തൂർ വഴി പാലക്കാട് എത്തി നമുക്ക് കേരളത്തിലെത്താം. ഞാനിപ്പോൾ ഊട്ടിയൊന്നും ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്തിരുന്നില്ല ഇന്നലെ. പിന്നെ എനിക്ക് കൂടുതലൊരു വഴി നാടുകാണി വഴി പോകാനായിരുന്നു ഇഷ്ടം.
ഇതിപ്പോൾ കൊത്തുകരി പോയിട്ട് എനിക്ക് തിരിച്ചു വന്നാൽ എനിക്ക് ഡീസൽ നഷ്ടമുണ്ട്, സമയ നഷ്ടമുണ്ട്. എന്നാലും ഷൂട്ടിങ് കുറച്ച് നടക്കണ്ടായിരുന്നേ. ഗൂഡല്ലൂർ വഴി നാടുകാണി വഴി പോകാനാണ് തീരുമാനം. പിന്നെ ഊട്ടി വന്നിട്ട് നമ്മൾ ഗൂഡല്ലൂർ വഴി നാടുകാണി വഴി ഇറങ്ങിയ വഴിക്കാട് വഴി പോകുമല്ലോ. അപ്പോൾ അവിടം വരെയൊക്കെ നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ റൂട്ട് വേണമെങ്കിൽ പിടിക്കാം. എന്നിട്ട് പിന്നെ റൂട്ട് വരാതെ നമ്മൾ വഴിക്കടവ് ചെന്നിട്ട് പെരിന്തൽമണ്ണ വാളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈവേ. എനിക്ക് മുന്നേ നമ്മുടെ തൃശ്ശൂരിലെ തൃപ്പ്യാർക്കാണ് പോകേണ്ടത്. അപ്പോൾ വാളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറം, പൊന്നാനി, ഗുരുവായൂർ, ചാവക്കാട്, വാടാനപ്പള്ളി, തൃപ്പ്യാർ. അപ്പോൾ അത് ഞാൻ വർത്താനൊക്കെ പറയാണ്ട് നിങ്ങൾ ഊട്ടിക്കാഴ്ചകൾ കാണില്ലേ, നോക്കിയാൽ കുതിരകളൊക്കെ നിൽക്കണണ്ട. അപ്പോൾ നമ്മുടെ ഊട്ടിക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ വഴി ഇറങ്ങണം, കുറച്ച് കുതിരകളൊക്കെ കാണാമല്ലേ. പിന്നെ ഊട്ടിക്ക് ഞാൻ വരുമ്പോഴേ സ്ഥിരമായിട്ട് ഞാൻ ഒരിടത്ത് താമസിക്കാറട്ടാ. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ആ റൂമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ കണ്ടത്. സ്ഥിരമായിട്ട് എവിടെയെന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടല്ലോ, ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ ടൈം പാലസ് എന്നിട്ട് റൂമിൻ്റെ നെയിം ബോർഡ് കാണാം. ഞാനേ ഊട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഊട്ടിക്ക് ആദ്യമായിട്ട് വരണം. അപ്പോൾ ഊട്ടിക്ക് എത്തിയപ്പോൾ ഇരുട്ടൊക്കെ ആയി. ഈ കൊടുന്നണപ്പിൽ താമസിക്കണേ നമുക്ക് എവിടെയെങ്കിലും കാറി കിടന്നാൽ ശരിയാവില്ല. അങ്ങനെ റൂമൊക്കെ നോക്കി നടക്കുക. അങ്ങനെ അന്ന് റൂമിലൊന്നും വലിയ വലിയ പരിചയമില്ല. അങ്ങനെ തുടക്കക്കാരാണ്. ഒരന്തല്ലാണ്ട് ഇങ്ങനെ ഊട്ടി ടൗണിൽ കൂടെ ഇങ്ങനെ നമ്മുടെ കോളേജും കൊണ്ട് നടക്കുക. നേരം വൈകിയപ്പോൾ ഒന്ന് രണ്ടിടത്ത് റൂം ചോദിച്ചപ്പോൾ റൂമൊക്കെ നല്ല ഫില്ല. അപ്പം ഉണ്ട് ദേവദൂതനെ പോലെ ഒരാൾ നമ്മളെ വണ്ടിക്ക് മുന്നിൽ കൈ കാണിക്കുന്നു. അയാളുടെ പേര് ഞാനിവിടെ പറയുന്നത് അശോക് കുമാർ. അയാളുടെ നാട് വരുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയായ കോത്തഗിരി തന്നെ. അപ്പോൾ ആൾ കൈ കാണിച്ച് വണ്ടി നിർത്തി റൂം ആണോ ചോദിച്ചു. റൂമിനിപ്പോൾ ഊട്ടിയിലല്ല ഇതിങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസ് ചെന്നാൽ ഇങ്ങനെ റൂമിന് വേണ്ടി കുറേ ആൾക്കാരൊക്കെ നിൽക്കും. ഞാനന്ന് പോയപ്പോൾ ഒരാൾ കൈ കാണിക്കാൻ ചിലപ്പോൾ ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പിന്നെ നമ്മുടെ യാത്രകൾക്ക് തുടക്കകാലമായിരുന്നു. അപ്പോൾ ഒത്തിരി പരിചയക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അശോക് കുമാർ കൈ കാണിച്ചു, വണ്ടി നിർത്തി, റൂം എടുത്തു. നമ്മൾ തന്നെ വേറെ റൂമുകളൊന്നും നോക്കാൻ നിന്നില്ല. പിന്നെ തിരക്കില്ലാത്ത റേറ്റിന് കിട്ടിയെങ്കിൽ ചെയ്ത കൂടി പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. അശോക് കുമാർ എന്ന് പറയുമ്പോൾ എന്നേക്കളൊക്കെ ഏകദേശം കുറച്ച് പ്രായം കുറവാണ്. അങ്ങനെ അശോക് കുമാർക്ക് നല്ല കമ്പനിയായി. പിന്നെ നല്ല ഹെൽപ്പായിരുന്നു. നമുക്ക് വേണമെങ്കിൽ റൂമിലേക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ മേടിച്ചിട്ട് വരും. നമുക്ക് ഹോട്ടലിൽ നിന്ന് പോയി ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. ഫുഡൊക്കെ റൂമിലേക്ക് എത്തിച്ചേരും. നല്ല പെരുമാറ്റമാണ്. ആട് തമിഴാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞ് കൊത്തേരി തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ അവൻ്റെ നാടാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. അങ്ങനെയും കൂടിയിട്ടാണ് പിന്നെ കൊത്തഗിരിക്ക് പോയത്. അപ്പോൾ കൊത്തഗിരി പോയ വിശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ഇവനും കൂടി പറഞ്ഞിട്ടാണ് കൊത്തഗിരി പോയത് ഞാൻ. പിന്നെ ഇവനിട്ട് എന്നോട് പറഞ്ഞത് സായി പല്ലവി, നടി സായി പല്ലവി. അപ്പോൾ മൂപ്പര നാടിന് കൂടി കൊത്തഗിരിന്ന്. അപ്പോൾ അതേ ഊട്ടി കാഴ്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതും കൂടി കണ്ടോ, എൻ്റെ വർത്തമാനം കേട്ടാ. അങ്ങനെ ഒന്ന് പോരുമ്പോൾ അശോക് കുമാറിൻ്റെ കോൺടാക്ട് നമ്പറും മേടിച്ചു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അവനെ തന്നെ വിളിക്കാറ്. അപ്പോൾ റൂം അവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അവനൊന്ന് പരിചയപ്പെടണമെങ്കിൽ അവൻ്റെ റൂമിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ടൈം പാലസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. വഴിക്ക് പോകുമ്പോൾ കോൺടാക്ട് നമ്പറൊന്നും ഞാൻ ഇവിടെ കൊടുക്കണില്ല. അത് നിങ്ങൾക്ക് പോകുമ്പോൾ റൂമിൻ്റെ നെയിം ബോർഡ് ടൈം പാലസ് അതിങ്ങനെ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ വെട്ടി തളയിക്കണതാണ് എൻ്റെ ബോർഡ് ടൈം പാലസ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഊട്ടി പോകുമ്പോൾ ഇഷ്ടംപോലെ റൂം കിട്ടാണ്ട്. ഇപ്പോൾ അവൻ്റെ റൂമൊന്നും പ്രത്യേകിച്ച് എടുക്കണമെന്നില്ല. എന്നാലും അവൻ്റെ നല്ല പെരുമാറ്റമാണ്. നിങ്ങളിപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടെന്ന് പറഞ്ഞ് മുട്ടി നോക്ക്. അപ്പോൾ അവനൊരിക്കലും നമ്മൾ മറക്കില്ല. അന്ന് കുറച്ചൊന്ന് കറങ്ങി നടന്നിട്ടാണ് ഇന്ന് റൂം കിട്ടിയത്. അന്നിപ്പോൾ നല്ലോണം നേരം വൈകിട്ടും അവൻ എവിടെ നിന്നൊക്കെയോ ഫുഡൊക്കെ ഒപ്പിച്ച് തന്ന് ആദ്യമായിട്ട് ഊട്ടി കണ്ടത് ഉഷാറാക്കി. പിന്നെ ഇപ്രാവശ്യം അവൻ്റെ റൂം അന്വേഷിച്ച് നമ്മൾ പോയത്. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് ഇങ്ങനെ ഊട്ടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. അവൻ്റെ റൂമിൻ്റെ സ്പോട്ടൊക്കെ ഏകദേശം നമുക്കറിയാം. അങ്ങനെ കറങ്ങി നടക്കണമെങ്കിൽ ചില നേരത്തെ നമുക്കൊന്ന് വഴി തെറ്റും. അപ്പോൾ ഒന്ന് വഴി തെറ്റിയപ്പോൾ ഞാനൊരാളെ കണ്ടു. മൂപ്പരുടെ അവൻ്റെ റൂമിൻ്റെ സ്പോട്ടിൻ്റെ വഴി ചോദിച്ചു. അപ്പോൾ അവനും അശോക് കുമാറിനെ പോലെ ഇങ്ങനെ റൂമിന് ആളെ നോക്കിയാൽ നിൽക്കുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അശോക് കുമാറിൻ്റെ ആ റൂമിൻ്റെ സ്പോട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിനിടയിൽ അവൻ്റെ റൂമിൻ്റെ കാര്യവും പറഞ്ഞു. എന്നാൽ പിന്നെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലെന്ന് വെച്ചു. റൂമൊന്ന് വേറെ ചേഞ്ച് ചെയ്ത് താമസിച്ചാൽ എന്താണെന്ന് തോന്നി. പിന്നെ വണ്ടി ഓടിച്ചൊന്ന് ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയാൽ മതി എന്നായി. എന്നാൽ പിന്നെ പുതിയ ആളെ റൂമൊന്ന് നോക്കാൻ നമുക്ക് തീരുമാനമായി. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂമില്ലേ അപ്പോൾ അതിൽ താമസമായത്. പിന്നെ അവനും ഏകദേശം ഒരു അശോക് കുമാറിൻ്റെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അവനായിട്ട് നല്ല കമ്പനിയായി. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കുണ്ടായ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ പോണ റൂട്ട് ഗൂഡല്ലൂർ നാടുകാണി വഴി ഞാൻ നേരത്തെ പറഞ്ഞല്ല. അപ്പോൾ ഊട്ടിയുടെ ഭാഗങ്ങൾക്ക് ഏകദേശം കുറച്ച് കഴിഞ്ഞു തുടങ്ങി. ഗൂഡല്ലൂർ വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. പിന്നെ ഊട്ടിയിൽ തണുപ്പേ അത്ര വിറപ്പിക്കുന്ന തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തായാലും നന്നായി. ഞാനിപ്പോൾ പോയ മാസം ജനുവരി മാസമാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവാറുണ്ട് മുൻപ് ജനുവരി മാസം പോയപ്പോഴൊക്കെ. പിന്നെ ഗൂഡല്ലൂർ വഴിയുമ്പോഴേ നല്ല റോഡാണ് കേട്ടോ. നല്ല തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്ത് ആസ്വദിച്ച് പോകട്ടാ.
പിന്നെ വാളാഞ്ചേരി എത്തിയില്ല, നമുക്ക് പുതിയ ഹൈവേ കിട്ടും. അപ്പം ഇനി ഹൈവേയുടെ പണിയൊക്കെ കഴിഞ്ഞാലേ തൃശ്ശൂർ തൊട്ടങ്ങോട്ട് തെക്കോട്ടുള്ള ജില്ലയിലേക്കൊക്കെ സുഖമായിട്ട് ഹൈവേ കൂടെ നമുക്ക് പോകാം. പിന്നെ നിങ്ങൾ ഊട്ടിക്ക് വരുമ്പോൾ ഊട്ടി മാത്രമായിട്ട് കണ്ടു പോരരുത്, ഊട്ടിയോട് ചുറ്റിപ്പറ്റിയ കുറച്ച് നാടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ കൊത്തഗിരി, കിണ്ണക്കോര, വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഊട്ടിക്ക് എത്തുമ്പോഴേ നമുക്ക് അവിടെയൊക്കെ അതിൻ്റെയൊക്കെ നെയിം ബോർഡ് നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഊട്ടിയിലെ ഉൾഗ്രാമങ്ങളാണ്. അവിടേക്കൊക്കെ പോകുമ്പോഴാട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുക. ഞാൻ പൈസ കൊടുത്തിട്ടേ ഊട്ടിയിലെ ഒരു സംഭവങ്ങളും ഞാൻ കാണാറില്ല. നമ്മളിങ്ങനെ വണ്ടിയായിട്ട് പോയിട്ടേ ഇതുപോലത്തെ ഓരോ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് പോവാറ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഊട്ടി വന്നിട്ട് ട്രെയിനിൽ പോവാം. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അത് രസകരം തന്നെയാണ്. പിന്നെ തിരിച്ച് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 1-2 സ്ഥലങ്ങളില്ലേ, അപ്പോൾ അതിൽ കൂടെ ഒക്കെ പോകാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണോ? അതെന്ത് ചോദ്യമല്ലേ. അല്ല, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഓരോരുത്തർക്കും ഓരോ മനസ്സല്ലേ. ഇപ്പം എൻ്റെ മനസ്സാവില്ല മറ്റൊരാൾക്ക്. നിങ്ങൾക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിലേ, അതുപോലെ സ്ഥിരമായിട്ട് യാത്ര വീടുകൾ കാണുന്ന ആൾക്കാരാണെങ്കിലേ ശിവസ്മ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. നല്ല കുറേ യാത്ര വീടുകൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തും. താങ്ക്സ് ഉണ്ട് കേട്ടോ വീഡിയോ കണ്ടതിന്.